ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സംസ്കാരം വലിയ ചുടുകാട്ടിലാണ്. തൻ്റെ സഹപ്രവർത്തകർ നൂറുകണക്കിന് പേർ ജീവത്യാഗം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ തലയെടുപ്പുള്ള ആദ്യകാല നേതാക്കൾ, അവർ അന്തിയുറങ്ങുന്ന, അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ അന്തിയുറങ്ങുന്ന വലിയ ചുടുകാട്ടിലേക്ക് VS-ഉം എത്തുകയാണ്. ചാണ്ടി ഉമ്മനെ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. മോൻസ് ജോസഫിനെ നമുക്ക് കാണാം. ചാണ്ടി ഉമ്മൻ VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്, പുഷ്പചക്രം അർപ്പിക്കുകയാണ്. രാഷ്ട്രീയമായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയും VS-ഉം തമ്മിൽ മാന്യമായ ബന്ധമുണ്ടായിരുന്നു എന്നതാണ് നിയമസഭക്കാലത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഉമ്മൻചാണ്ടിയെ VS കടന്നാക്രമിക്കുന്നത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ VS-ന്റെ മരണസമയത്തും അതിനിശ്ചിതമായി വിമർശിക്കുന്ന VS-ന്റെ അക്കാലത്തെ ചില പ്രയോഗങ്ങളാണ്. അതേസമയം വിയോജിപ്പുകൾക്കിടയിലും യോജിപ്പിൻ്റെ വലിയൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഉൾപ്പെടെ ഇന്നലത്തെ പ്രതികരണങ്ങൾ. ഇന്നും ഹരിപ്പാട്ട് കാത്തുനിന്ന് VS-നെ ഒരു നോക്ക് കാണാതെ ഞാൻ എങ്ങനെ മടങ്ങും എന്ന അന്ത്യാഭിവാദ്യവും നാടിൻ്റെ സ്നേഹവും ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയും. അല്പം മുമ്പാണ് ചാണ്ടി ഉമ്മൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നുപോകുന്നത്. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പട്ടിണിപ്പാവങ്ങളുടെ സമരനായകനാണ്. ഇങ്ങനെ ഒരു സമര പോരാളിയെ നമ്മൾ കാണാതെ പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണെന്നുള്ള തിരിച്ചറിവിലൂടെ ഇവിടെ വന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യജന്മം